ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് കുറച്ച് ജമ്പിങ് സ്റ്റെപ്സുകളാണ്. ഭരതനാട്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ജമ്പിങ് സ്റ്റെപ്സുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ 3 സ്റ്റെപ്സുകളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ സ്റ്റെപ്പ് ഞാൻ എങ്ങനെയാണ് ആദ്യം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ജമ്പിങ് സ്റ്റെപ്പ്. നമുക്കത് കോർണറിലും ചെയ്യാം, അതുപോലെ തന്നെ സൈഡിലേക്കായിട്ടും ചെയ്യാം. അതിന്റെ കാലെങ്ങനെയാണെന്നും കൈകൾ എങ്ങനെയാണ് വരുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. കാല് വരുന്നത് നമ്മൾ ആദ്യം അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് റൈറ്റ് ലെഗ് റൈറ്റ് സൈഡിൽ എടുത്ത് വെക്കുക. അതിന്റെ ബാക്കിലായിട്ട് ലെഫ്റ്റ് ലെഗ് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. പിന്നെ വീണ്ടും റൈറ്റ് ലെഗ് റൈറ്റ് സൈഡിൽ എടുത്ത് വെക്കുക. ലെഫ്റ്റ് ലെഗ് എടുത്തിട്ട് അതിന്റെ ബാക്കിൽ കുത്തി വെക്കുക. ഇതിപ്പോ നമ്മൾ സൈഡിലോട്ട് പോകുമ്പോൾ ഇനി കോർണറിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ കോർണറിലേക്ക് റൈറ്റ് കാലെടുത്ത് വെക്കുക, ബാക്കിൽ ലെഫ്റ്റ് കാലെടുത്ത് വെക്കുക, റൈറ്റ് ലെഫ്റ്റ്. ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് കാല് റൈറ്റ് കാല് ലെഫ്റ്റ് കാല് റൈറ്റ് കാല്. ഞാൻ പറഞ്ഞത് ജമ്പിങ് സ്റ്റെപ്പ് ആണ്. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ കാലുകൾ ഇങ്ങനെ എടുത്തു വെക്കുകയല്ല വേണ്ടത്. 1 2 1 2 ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടാണ് പോകേണ്ടത്. 1 2 1 2. ഓക്കെ. അപ്പോ അതിന്റെ കൈകൾ വരുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. അതുപോലെ റൈറ്റ് ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ പിടിക്കാം. ആദ്യത്തെ 3 വിരൽ ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് നെഞ്ചിന് നേരെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ സൈഡിലോട്ട് നീട്ടുമ്പോ കൈകൾ ഇങ്ങനെ അളപത്മത്തിൽ പിടിക്കുക. ഇങ്ങനെ നല്ല നന്നായിട്ട് ഇങ്ങനെ ഉടർത്തി പിടിക്കുക. എന്നിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരിക. അതായത് റൈറ്റ് കാൽ എടുത്ത് വെക്കുമ്പോ റൈറ്റ് കൈ നീട്ടുക, കാല് ബാക്കിലോട്ട് വരുമ്പോ കൈ തിരിച്ചു കൊണ്ടുവരിക. ഞാൻ ഒന്ന് കാണിച്ചു തരാം. 1 2 1 2 ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ ഞാനത് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ നമുക്ക് കോർണർ ചെയ്യാം, അതുപോലെ നമുക്ക് ലെഫ്റ്റ് കോർണർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമുക്ക് 2 സൈഡിലോട്ടായിട്ടും ചെയ്യാം, അതുപോലെ 2 കോർണറിലേക്കായിട്ടും ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കാലുകൾ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. കാലുകൾ വരുന്നത് നമ്മൾ അരമണ്ഡലത്തിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ മുന്നിലേക്ക് 2 ജമ്പ് ചെയ്യുമ്പോഴും അരമണ്ഡലത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അത് 1 2 1 2 ഇങ്ങനെയാണ് കാലുകൾ വരേണ്ടത്. അതായത് നമ്മൾ 2 സ്റ്റെപ്പിലും അരമണ്ഡലത്തിൽ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ തന്നെ എടുത്ത് ജമ്പ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ ഓരോ കാലുകളായിട്ടാണ് എടുത്ത് വെക്കേണ്ടത്. ആദ്യം റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക, പിന്നെ ലെഫ്റ്റ് ലെഗ്, പിന്നെ റൈറ്റ് ലെഗ്, പിന്നെ ലെഫ്റ്റ് ലെഗ്. ഇങ്ങനെയാണ് ജമ്പിങ് വരുന്നത്. അതായത് എടുത്ത് വെക്കുകയല്ല, ജസ്റ്റ് 1 2 1 2 ഇങ്ങനെ ചെറിയൊരു ജമ്പ്. അതിന്റെ കൈകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കൈയിലും ഇങ്ങനെ പിടിക്കാം. നേരത്തെ പിടിച്ചോളൂ, 2 കൈയിലും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് നമ്മൾ നെഞ്ചിന് നേരെ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ തിരിച്ച് മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് തലയുടെ മുകളിലായിട്ട് വെക്കുക. കൈകൾ ഇങ്ങനെ ഉയർത്തി വെക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വെക്കുക. നമ്മൾ റൈറ്റ് ഹാൻഡ് മുന്നിലേക്ക് വെക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ അളപത്മത്തിൽ പിടിക്കുക, തിരികെ ഇവിടെ കൊണ്ടുവരിക. ഈ കൈക്ക് മൂവ്മെന്റ് ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് 1 2 1 2 ഇങ്ങനെ വരും. അതായത് നേരത്തെ പോലെ തന്നെ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുമ്പോൾ കൈകൾ മുന്നിലേക്ക് നീട്ടുക, ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരിക, മുന്നിലേക്ക് നീട്ടുക, തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ വരും. നമുക്കൊരു സ്ലോയില് അല്ലെങ്കിൽ ഒരു മീഡിയം സ്പീഡിലുള്ള മ്യൂസിക്കിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അരമണ്ഡലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. 1 2 1 2 ഇങ്ങനെ അരമണ്ഡലത്തിൽ ഇരിക്കാൻ പറ്റും. കുറച്ച് സ്പീഡിലാണ് മ്യൂസിക് പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ അരമണ്ഡലത്തിൽ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കണമെന്നില്ല, സ്പീഡിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് ജമ്പ് ചെയ്ത് പോയാൽ മതി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. കാലുകൾ എങ്ങനെ വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ കാലുകൾ വരുന്നത് 1 2 നേരത്തെ നമ്മൾ ചെയ്തില്ല, അതുപോലെ തന്നെയാണ്. ആദ്യം റൈറ്റ് ലെഗ് റൈറ്റ് സൈഡിൽ എടുത്ത് വെച്ചു, ലെഫ്റ്റ് ലെഗ് അതിന്റെ ബാക്കിൽ വിരലുകളിൽ കുത്തിവെച്ചു. പിന്നെ നമ്മൾ സെന്ററിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അരമണ്ഡലത്തിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. 1 2 ഇങ്ങനെയാണ് വരിക. പിന്നെ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് കാൽ എടുത്ത് വെച്ചു, റൈറ്റ് കാല് അതിന്റെ ബാക്കിൽ വെച്ചു. പിന്നെ വീണ്ടും നമ്മൾ നടുവിലേക്ക് പോകണം. 1 2 എങ്ങനെയാണ് 1 2 3 4 5 6 7 8 ഇങ്ങനെയാണ് കാലുകൾ വരുന്നത്.
അപ്പൊ കൈകൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അത് രണ്ട് കൈകളും ഇങ്ങനെ അളപത്തിന് പിടിക്കുക, ഇങ്ങനെ നന്നായിട്ട് വിടർത്തി പിടിക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ രണ്ട് കൈകളും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നെഞ്ചിന് നേരെ ഇങ്ങനെ പിടിച്ചാലും മതി. ഇങ്ങനെ പിടിച്ച് പിന്നെ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിൽ എത്തുമ്പോൾ ഇങ്ങനെ പിടിക്കാം. നേരത്തെ പിടിച്ചില്ലേ അതുപോലെ മുകളിൽ എത്തുമ്പോൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മളെ കൈകളിലേക്ക് നോക്കുക. പിന്നെ ആ കൈ ഇവിടുന്ന് തിരിച്ച് അളപത്മത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ മതി. തിരിച്ച് ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്, അവിടുന്ന് തിരിച്ച് നമ്മൾ കൈകളെ ഒന്ന് മുകളിലേക്ക് വിടർത്തിയിട്ട് തിരികെ ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോൾ അതുപോലെ ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക, കൈകളിലേക്ക് നോക്കുക, കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അവിടുന്ന് വീണ്ടും കൈകള് അളപത്മത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരിക. നമുക്ക് കാലുകളും കൈകളും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത് നോക്കാം. നമ്മൾ കൈകൾ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഈ കൈകൾ രണ്ടും മുകളിലേക്ക് കൊണ്ടുപോവുക, കൈകളിലേക്ക് നോക്കുക, റൈറ്റ് സൈഡിൽ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം തിരികെ അരമണ്ഡലത്തിൽ ഇരിക്കുക, കൈകൾ ആദ്യം പിടിച്ച പോലെ തന്നെ പിടിക്കുക. പിന്നീട് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. ലെഫ്റ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കൈകൾ മുകളിലേക്ക് കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക, കൈകളിലേക്ക് നോക്കുക. എന്നിട്ട് വീണ്ടും തിരിച്ച് അരമണ്ഡലത്തിലേക്ക് ഇരിക്കുക. 1 2 3 4 5 6 7 8 ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ ഈ 3 സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. സിമ്പിൾ സ്റ്റെപ്സുകളാണ്, അധികം ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്സുകളൊന്നല്ല. ഒട്ടുമിക്ക സെമി ക്ലാസിക്കൽ ഡാൻസുകളിൽ നമ്മൾ കണ്ടുവരുന്ന സ്റ്റെപ്സുകൾ തന്നെയാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.